ഈ നവകേരള സദസ്സിനിടയ്ക്കും പ്രഭാത സവാരി മുടക്കാനായിട്ട് നമ്മുടെ മന്ത്രിമാരാരും മറക്കാറില്ല. അപ്പൊ അങ്ങനെ പ്രഭാത സവാരിക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവരെല്ലാവരും ഇതിൽ പല ആൾക്കാരും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടുന്ന ഒരു ആവശ്യമുണ്ട് എന്ന രീതിയിൽ 2 ദിവസം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. കാരണം പണ്ടൊക്കെ ഈ നവകേരള സദസ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ക്യാബിനറ്റിനൊക്കെ കൂടുക, തീരുമാനങ്ങൾ എടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ശ്രമകരമായിരുന്ന ഒരു കാര്യമാണെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം ഇപ്പോൾ എല്ലാവരും ഈ ബസ്സിൽ ഒന്നിച്ചുള്ളപ്പോൾ പെട്ടെന്ന് ഞൊടിയിടയിൽ തീരുമാനങ്ങൾ എടുക്കാനും എല്ലാവരും ഒരേ അഭിപ്രായം തന്നെ ആ വിഷയത്തിൽ പറയാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ മുഖ്യമന്ത്രി ഒരു കത്ത് എഴുതുന്നത് എന്നുള്ളതാണ് ആദ്യം ആലോചിച്ച് നോക്കേണ്ടത്. ഗവർണർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലാണോ ഇവിടെ പ്രശ്നം, അതോ ചാൻസലർ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലാണോ എന്നുള്ളതാണ് വിഷയം. ഇപ്പൊ ഈ അടുത്ത സമയത്ത് മുഖ്യമന്ത്രിയെ ഏതെങ്കിലും രീതിയിൽ പ്രകോപിപ്പിച്ചിരിക്കുന്ന ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ നടപടികളും അദ്ദേഹത്തിന്റെ ചാൻസലർ എന്ന നിലയ്ക്കുള്ള നടപടികളാണ്, അല്ലെങ്കിൽ ഇടപെടലുകളാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ മുഖ്യമന്ത്രിയാണെങ്കിലും പത്രസമ്മേളനങ്ങളിൽ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നവകേരള സദസ്സിലെ പ്രസംഗങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പറയുന്നത് ഗവർണറുടെ ചാൻസലർ എന്ന നിലയ്ക്കുള്ള ഇടപെടലിനെ പറ്റിയാണ്. അദ്ദേഹം തന്നെ പറയുന്നത് ഗവർണറുടെ നിലവാര തകർച്ചയിലേക്ക് SFI കുട്ടികൾ പ്രതിഷേധിച്ചപ്പോൾ അത് ഉണ്ടായില്ല എന്നും, ഗവർണറിന്റെ ട്രാപ്പിൽ അവർ വീണില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഗവർണർ എന്ന നിലയ്ക്കുള്ള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടലുകളെ കുറിച്ചല്ല, നേരെ മറിച്ച് ചാൻസലർ എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കോഴിക്കോട് ക്യാമ്പസിൽ നടന്നിരിക്കുന്ന കാര്യമാണെങ്കിലും എല്ലാം തന്നെ ചാൻസലറും ഒരു വിദ്യാർത്ഥി സംഘടനയും തമ്മിലുള്ള പ്രശ്നമാണ്. അതേ തുടർന്ന് തന്നെ ഈ വിദ്യാർത്ഥി സംഘടനയുടെ ആൾക്കാർ അല്ലെങ്കിൽ അതിന്റെ ഭാഗത്തു നിന്നൊരു പ്രകോപനപരമായിട്ടുള്ള ഒരു സന്ദേശം ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടു. അതായത് ഈ പോലീസിന്റെ സംരക്ഷണയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോഴാണ് എനിക്ക് പോലീസ് സംരക്ഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചൊന്നും അറിയിക്കാതെ അദ്ദേഹം അവിടെ നിന്ന് പോകുന്നതും ഈ കോഴിക്കോട് മിഠായി തെരുവിൽ ആൾക്കാരുടെ ഇടയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നതും അവിടെയുള്ള ആൾക്കാരെ കാണുന്നതും അവരോടൊക്കെ തന്നെ വളരെ വലിയ സൗഹൃദത്തോടു കൂടിയിട്ടാണ് പെരുമാറുന്നത്. അദ്ദേഹത്തിന് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു റെസ്പോൺസും ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഒരു വേള പറഞ്ഞത് കേരളത്തിൽ നടക്കുന്ന യഥാർത്ഥ നവകേരള യാത്ര എന്നത് അവിടെ കോഴിക്കോട്ടെ തെരുവിൽ ഗവർണർ നടത്തിയ യാത്രയാണ് എന്നുള്ളത്. കാരണം വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ തന്നെ ഏറ്റവും വലിയ സ്നേഹത്തോടു കൂടി തന്നെ ആൾക്കാർ അദ്ദേഹത്തിനോട് പെരുമാറുന്നു. അദ്ദേഹത്തിനെതിരെ വലിയ ജനവികാരമുണ്ട് എന്ന രീതിയിൽ ഒരു ഇടത് പ്രചാരണം നടക്കുന്നതിനിടയിലാണ് മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന അജണ്ടയല്ല, മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന ആൾക്കാരല്ല, ആ തെരുവിൽ ആ സമയത്ത് ആരൊക്കെ ഒത്തുകൂടിയിട്ടുണ്ടോ അവരുമായിട്ടാണ് അദ്ദേഹം സൗഹൃദം പങ്കുവെക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ തന്നെ എന്തോ തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് വ്യാഖ്യാനിക്കാനുള്ള ഒരു ശ്രമം ആ സമയത്ത് തന്നെ ഇടതുപക്ഷത്തു നിന്നുണ്ടായിരുന്നു. ഇത് നടക്കുന്ന സമയത്ത് തന്നെ ഒരു മാധ്യമത്തോട് ശ്രീ AK ബാലൻ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഗവർണറോട് വിരോധമുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലോ എന്ന് പറയുന്നു. കച്ചവടക്കാരിൽ ഉള്ള ആൾക്കാർ എന്തെങ്കിലും വിഷം കലർത്തി കൊടുക്കും എന്നാണോ ഉദ്ദേശിച്ചത് എന്ന് ഈ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയുന്നില്ല. പക്ഷെ അദ്ദേഹം അവിടെ പറയുന്നുണ്ട് ഗവർണർ, രാഷ്ട്രപതി തുടങ്ങിയ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് മറ്റുള്ള ആൾക്കാർ അതൊക്കെ പരിശോധിച്ച് അതിന്റെ ഗുണനിലവാരം അല്ലെങ്കിൽ അതിന്റെ കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ചെയ്യണം. അപ്പൊ അതൊന്നും അവിടെ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നു. തന്നെയുമല്ല ഗവർണർ അങ്ങനെ കോഴിക്കോട് തെരുവിൽ അങ്ങനെ ഇറങ്ങി നടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കേരളം ഒരു അങ്ങനെ പുറത്ത് ഒരു പ്രധാനപ്പെട്ട നേതാവിന് ഇറങ്ങി നടക്കാൻ കൊള്ളാത്ത സ്ഥലമാണ് എന്ന് പറയുന്നത് ആരാണ്? അത് ഗവർണറാണ് അത് ചെയ്യുന്നത്. ഗവർണർക്ക് ഇവിടെ സുരക്ഷിതമാണ് കേരളം എന്ന് ബോധ്യപ്പെട്ട് കാണും എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ ഗവർണർ അങ്ങനെ നടന്നപ്പോൾ കേരളം സുരക്ഷിതമാണ് എന്ന് ശരിക്ക് ബോധ്യപ്പെട്ടത് മുഖ്യമന്ത്രിക്കാണ്. കാരണം മുഖ്യമന്ത്രിയാണ് ഇവിടെ വളരെ വലിയ സന്നാഹവുമായിട്ട് പണ്ട് ഈ മാമാങ്കത്തിലൊക്കെ നിലപാട് തറയിലേക്ക് രാജാവ് വന്നിരിക്കുന്ന സമയത്ത് ചുറ്റും 10,000-4,000 പടയാളികളുടെ പല പല റിങ്സ് ഇങ്ങനെ ഉണ്ടാകും എന്ന് പറയും. അങ്ങനെ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി തെരുവിലേക്ക് പോകുന്നത്, ഔദ്യോഗിക ചടങ്ങുകളിലേക്ക് പോകുന്നത് ഒക്കെ. അപ്പൊ ഇത് ആരെ ഭയന്നിട്ടാണ്? അങ്ങനെ ആരെയും ഭയക്കേണ്ടുന്ന കാര്യമില്ല. കേരളം വളരെ സൗഹാർദ്ദമായിട്ടുള്ള ഒരു അന്തരീക്ഷം, രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളുടെ ഇടയിലും വളരെ സൗഹാർദ്ദമായിട്ടുള്ള ഒരു അന്തരീക്ഷം എല്ലാവരും തമ്മിൽ നിലനിർത്തുന്ന ഒരു സ്ഥലമാണ് എന്ന് ഗവർണറാണ് സത്യത്തിൽ കോഴിക്കോട് തെരുവിൽ നടന്നിട്ട് മുഖ്യമന്ത്രിയെ ബോധിപ്പിച്ചു കൊടുത്തത്. അപ്പൊ അതിൽ ഇവർ ഈ പറയുന്ന ന്യായങ്ങളൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോ അങ്ങനെ ഒരു തെരുവിലേക്ക് ഇറങ്ങി നടക്കുന്നത് എന്തോ വലിയ പ്രശ്നമാണ് എന്ന രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത്. അതിനെ അപ്പൊ ഈ ചാൻസലർ എന്ന നിലയ്ക്ക് രാഷ്ട്രപതിക്കോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കോ ഇവർക്കൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പരാതിയും പറയാനുള്ള ഇടമില്ലാത്തത് കൊണ്ട് ഇതിൽ പ്രോട്ടോകോൾ അദ്ദേഹം തുടർച്ചയായിട്ട് ലംഘിക്കുന്നു എന്നും നേരത്തെയുള്ള, അതായത് വർഷങ്ങളായിട്ടുള്ള ഒരു വിഷയം, ഈ ബില്ലുകളിൽ അദ്ദേഹം തീരുമാനമെടുക്കാൻ കാലതാമസം വരുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉന്നതാധികാരികൾ എന്ന നിലയ്ക്കാണ് അദ്ദേഹം കേന്ദ്രത്തിന് അല്ലെങ്കിൽ രാഷ്ട്രപതിക്കൊക്കെ തന്നെ കത്തയക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കത്തയച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സംഘപരിവാർ അജണ്ട നടപ്പാക്കാനാണ്
ഗവർണർ ഇവിടെ ശ്രമിക്കുന്നത് എന്നാണ് വിദ്യാർത്ഥി സംഘടന തൊട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ ആവർത്തിക്കുന്നത്. അത് അവരുടെ ബാനറുകളിൽ അല്ലെങ്കിൽ അവരുടെ പരസ്യ സ്റ്റേറ്റ്മെന്റുകളിലൊക്കെ തന്നെ വരുന്ന കാര്യമാണ്. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇവിടെ സംഘപരിവാർ അജണ്ട നടത്തേണ്ടുന്ന എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു ആവശ്യം ശ്രീ ആരിഫ് മുഹമ്മദ് ഖാന് മാത്രമായിട്ട് ഉണ്ടാകേണ്ടതില്ല. അങ്ങനെ ഒരു അജണ്ട നടപ്പാക്കുകയാണെങ്കിൽ ആ അജണ്ട നടപ്പാക്കുന്നത് അദ്ദേഹത്തിന് താല്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണയോടുകൂടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പ്രധാനമന്ത്രി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളയാളാണ്? അദ്ദേഹം സംഘപരിവാറിൽ ഏതൊക്കെ സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? രാഷ്ട്രപതി ആയിരിക്കുന്ന വ്യക്തി ഏതൊക്കെ സംഘപരിവാർ സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല. നേരെ മറിച്ച് ഇങ്ങനെ വലിയൊരു വിമർശനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഗവർണർക്കെതിരായിട്ടുണ്ട് എന്നും ഞങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു നിലപാട് ഇതാണെന്നും ഞങ്ങൾക്ക് ഈ ഗവർണറെ താല്പര്യമില്ല എന്നും ഓൺ റെക്കോർഡ് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റണ്ട് എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഇത് നമ്മൾ പല വിഷയങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് അവകാശപ്പെടാനായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക സവിശേഷ അധികാരം ഒരു സംസ്ഥാനത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. അത് തീരുമാനിക്കേണ്ടത് വേറെ കേന്ദ്രങ്ങളാണ്. അതിലൊന്നും സർക്കാരിന് യാതൊരു വിധത്തിലുള്ള താല്പര്യവും ഉണ്ടാകേണ്ടതില്ല. സംസ്ഥാനത്തോട് ആലോചിച്ചിട്ടല്ല ഒരു ഗവർണറെ അപ്പോയിന്റ് ചെയ്തതോ നീക്കുന്നതോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് നിയമസഭയ്ക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ലാത്ത പല മേഖലകളിലും മുൻപും ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പൗരത്വ ഭേദഗതി നിയമം, അത് കേന്ദ്ര സർക്കാർ പാസ്സാക്കുന്നതാണ്. പാർലമെന്റിന്റെ അനുവാദത്തോടുകൂടി ഇന്ത്യയിൽ എവിടെയും നടപ്പാക്കാനുള്ള അധികാരമുണ്ട്. അത് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യമാണ് പൗരത്വം. പക്ഷെ എന്നിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തത് എന്താണ്? ഇല്ല, അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഇവിടെ നടപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു പ്രമേയം പാസ്സാക്കി. ആ പ്രമേയത്തിന് അത് അച്ചടിച്ചിരിക്കുന്ന കടലാസിന്റെ വിലയുണ്ടോ എന്നുള്ള കാര്യം ഇവരെല്ലാവരും തന്നെ ഒന്നുകൂടി ആലോചിച്ച് നോക്കേണ്ടതാണ്.